ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഓട്ടോഹോളിക്സ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മാരുതി സുസുക്കി ജിംനിയാണ്. ഓഫ് റോഡ് വണ്ടികളെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് ഓടി വരുന്ന രണ്ട് വണ്ടികളാണ് മഹീന്ദ്രയുടെ ജീപ്പും സുസുക്കിയുടെ ജിപ്സിയും. ജിപ്സി പ്രൊഡക്ഷൻ നിർത്തി കഴിഞ്ഞിട്ട് ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് മാരുതി സുസുക്കി ജിംനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ജിപ്സിയിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ആണ് അത്യാവശ്യം അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും അതിലുണ്ടായിരുന്നില്ല. എല്ലാം വളരെ ബേസിക് ആയിട്ടുള്ളത്. ഈവൻ പവർ സ്റ്റിയറിംഗ് പോലും ആ വണ്ടിയിൽ അവൈലബിൾ ആയിരുന്നില്ല. എന്നാൽ ജിംനിയിലേക്ക് വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മാരുതി സുസുക്കി ജിംനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ബോക്സി ഷേപ്പിൽ പക്ക ഓഫ് റോഡ് ഓറിയന്റഡ് ആയിട്ടാണ് മാരുതി വണ്ടി ഇറക്കിയിട്ടുള്ളത്. എന്നാൽ ഓൺ റോഡിലേക്ക് നോക്കുമ്പോഴും ഈ വണ്ടി യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. മൊത്തത്തിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഹാച്ച് ബാക്ക് വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏത് ഹാച്ച് ബാക്ക് വണ്ടിനെക്കാട്ടും വീതി കുറവാണ് ജിംനിക്ക്. ഹൈറ്റിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും നമ്മുടെ മാരുതി സുസുക്കി ഇഗ്നിസിനെക്കാട്ടും കുറച്ചും കൂടി ഹൈറ്റ് കൂടുതൽ ഈ വണ്ടിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സിറ്റി ട്രാഫിക്കിലാണെങ്കിലും പാർക്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും മാരുതി സുസുക്കി ജിംനി കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഓഫ് റോഡിങ്ങിലാണെങ്കിലോ ഈ ചെറിയ സൈസ് കാരണം കൊണ്ട് അത്യാവശ്യം നല്ല ഓഫ് റോഡിങ് കേപ്പബിലിറ്റിയാണ് ഈ വണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 5 സ്ലോട്ട് ഗ്രില്ലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ക്രോം ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ LED ഹെഡ്ലാമ്പാണ് മാരുതി കൊടുത്തിട്ടുള്ളത്. അത് ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് LED ആണ് വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഹെഡ്ലൈറ്റ് വാഷറും നമുക്ക് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പ്രീമിയം വണ്ടികളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഫീച്ചറാണ് ഈ ഹെഡ്ലൈറ്റ് വാഷർ. അത് നമുക്ക് ഈ ഒരു ഓഫ് റോഡ് വണ്ടികളിലും മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ആയാലും ഇൻഡിക്കേറ്റർ ആയാലും നമ്മുടെ പഴയ ജിപ്സീനെ ഓർമ്മ വരുന്ന രീതിയിലാണ് മാരുതി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫൈബറിന്റെ ബമ്പേഴ്സും കാര്യങ്ങളും കാണാം. അതിനകത്ത് ഫോഗ് ലാംപ്സും ഇന്റഗ്രേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബോണറ്റ് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബോണറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഈ വണ്ടിയിൽ ഫേസ് ചെയ്യേണ്ടി വരില്ല. വിൻഷീൽഡ് ഗ്ലാസിന്റെ കാര്യത്തിൽ നോക്കുമ്പോഴും ഗ്ലാസ് അത്യാവശ്യം മാസീവ് ആയിട്ടുള്ള വലിയ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഉള്ളിൽ നിന്ന് നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് വരെയുള്ള വിസിബിലിറ്റി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ലേഡീസ് ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ വിസിബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഈ വണ്ടിയിൽ വരുന്നില്ല. വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കണ്ണിൽ വരുന്നത് ഈ ഒരു കർവാണ്. ഈ ഒരു കർവ് വെറുതെ ഭംഗിക്ക് മാത്രം കൊടുത്തിട്ടുള്ളതല്ല, ഇതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നമ്മുടെ വണ്ടി ചെറുതാണെങ്കിലും ഉള്ളിലെ സ്പേസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ ഒരു കർവ് കൊണ്ട് നമുക്ക് പറ്റും. കാരണം വിസിബിലിറ്റി അത്രത്തോളം കൂടുമ്പോൾ കുറച്ചും കൂടി റൂമി ആയിട്ട് വണ്ടിയുടെ ഉള്ളിൽ ഫീൽ ചെയ്യും. അത് മാത്രമല്ല ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വണ്ടിയുടെ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. മിററിലേക്ക് യാതൊരു കണക്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. സൈഡിൽ വലിയ ക്ലാഡിങ്ങുകൾ കാണാൻ പറ്റും. അത് ഫുള്ള് ഫൈബറിലാണ്. വണ്ടി ഓഫ് റോഡ് കൊണ്ടുപോകുമ്പോൾ സ്ക്രാച്ച് ആവില്ല, അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും നമുക്ക് ഈ വണ്ടിയിൽ ഫേസ് ചെയ്യേണ്ടി വരില്ല. പിന്നെ ഗ്ലാസിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ടിൻഡഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് മാരുതി നമുക്ക് ഈ വണ്ടിയിൽ ഇൻബിൽഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ വാട്ടർ വീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ സൈഡിലേക്ക് വെള്ളം വീഴുന്ന ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വണ്ടിയുടെ ഫ്രണ്ടിലോട്ടോ അല്ലെങ്കിൽ ബാക്കിലോട്ടോ അത് ക്ലിയർ ആയിട്ട് പൊക്കോളും. പിന്നെ പുറത്ത് കണ്ടുവരുന്ന വണ്ടികൾ നമുക്ക് 3 ഡോറിലാണ് ജിംനി കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് 5 ഡോറിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലാസ് സൈസിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയൊരു ഡോർ വന്നിട്ടുണ്ട്. പക്ഷെ മറ്റേ വണ്ടിയിൽ കണ്ടുവന്ന ആ ക്വാർട്ടർ ഗ്ലാസ് മാരുതി ഇതിനകത്തും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വീലിന്റെ സൈസിലേക്ക് നോക്കുകയാണെങ്കിൽ 15 ഇഞ്ചിന്റെ അലോയ് വീലാണ് നമുക്ക് മാരുതി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റോക്ക് ടയർ വരുന്നത് ഇതാണ്. പക്ഷെ നമുക്ക് ഇത് ഓൾട്ടറൈൻ ടയറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അത് വണ്ടിയുടെ ലുക്ക് ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. വണ്ടിയുടെ ഡോർ ഹാൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ബോഡി കളറിൽ തന്നെയാണ് ഡോർ ഹാൻഡിലും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് ടോപ്പ് എൻഡ് വേരിയന്റിലാണ്. നമുക്ക് ബേസ് വേരിയന്റിൽ വരുമ്പോൾ നമുക്ക് ബ്ലാക്ക് കളറിലാണ് വരിക. അത് മാത്രമല്ല കീലെസ് സെൻട്രിക്കുള്ള ബട്ടണും കാര്യങ്ങളും നമുക്ക് ഈ വണ്ടിയിൽ മാരുതി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാനുവലായിട്ട് കീ വെച്ച് ഓപ്പൺ ചെയ്യാനുള്ള സിസ്റ്റം നമുക്ക് ഇതിനകത്ത് വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജിംനി മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് അതിന്റെ ബാക്കിലെ ഡിസൈൻ. അതിന് മെയിൻ റീസൺ ഇതാണ്. മെഴ്സിഡീസ് ബെൻസിന്റെ ജി വാഗൺ അനുസരിക്കുന്ന രീതിയിലാണ് ജിംനിയുടെ ബാക്ക് സൈഡ് ഉള്ളത്. എസ്പെഷ്യലി ടൈൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ ജിപ്സിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ബമ്പറിനോട് ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് ടൈൽ ലാമ്പ് കൊടുത്തിട്ടുള്ളത്. അത് ഹാലോജൻ ടൈൽ ലാംപ്സ് ആണ് മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ വീല്, ബാക്ക് വീല്, സ്പെയർ വീല് നമുക്ക് ഡോർമ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓഫ് റോഡ് വണ്ടികളുടെ ഭംഗി കൂട്ടാൻ അത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡീഫോഗർ കാണാൻ പറ്റും. അതേപോലെ വാഷർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ ബ്രേക്ക് ലാംപ്സ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾ ഗ്രിപ്പിന്റെ ബാഡ്ജിങ് ഉണ്ട്. വണ്ടി 4x4 ആണ്, അതെല്ലാവർക്കും അറിയാവുന്ന പോലെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയും കീലെസ് സെൻട്രിക്കുള്ള കാര്യങ്ങളും മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഡോർ ഹാൻഡിലും കാര്യങ്ങളും നമുക്ക് ബോഡി കളറിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് വൈപ്പറും കാണാൻ പറ്റും. ജിംനിയുടെ ബാക്ക് ബമ്പറിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് അതിന്റെ റിവേഴ്സ് സെൻസേഴ്സും ബാക്ക് ക്യാമറയും കൊടുത്തിട്ടുള്ളത്. ഹിഡൻ ആയിട്ടാണ് ഇതിന്റെ ബാക്ക് ക്യാമറ മാരുതി പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ജിംനിയുടെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കി നോക്കാം. നമ്മുടെ ജി വാഗണിലൊക്കെ കണ്ടുവരുന്ന രീതിയിൽ സൈഡ് വേസ് തന്നെയാണ് തുറക്കേണ്ടത്. അത് മാത്രമല്ല സ്റ്റിപ്പിനി വീല് വരുന്ന കാരണം കൊണ്ട് തന്നെ നല്ല ഹെവിയാണ്. നമ്മൾ വെറുതെ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ട് ഓപ്പൺ ആയിക്കോളും. ഇവിടെ നമുക്ക് ഹൈഡ്രോളിക് ആയിട്ട് അത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ വണ്ടികളിൽ കണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് നമ്മുടെ ജിമ്മിനിക്ക് തന്നെയാണ്. 204 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് നമുക്ക് ജിമ്മിനിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി കുഞ്ഞനാണെങ്കിലും ഉള്ളിൽ സ്പേസിലൊന്നും മാരുതി ഒരു കോംപ്രമൈസും കാര്യങ്ങളും ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ബോട്ടിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലാമ്പും കൂടി മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും സാധിക്കും. പിന്നെ ഈ സീറ്റ് രണ്ടും മടക്കിയിട്ട് കഴിഞ്ഞാൽ ബൂട്ട് സ്പേസ് നമുക്ക് ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടൂൾസ് കാര്യങ്ങൾ ഉണ്ട്. സ്റ്റെപ്പിനി ഓൾറെഡി ബാക്കിലുള്ള കാറുണ്ട്. പിന്നെ സ്റ്റെപ്പിനി വീൽ ഇതിന്റെ അടിയിൽ വരുന്നില്ല. ഇത്രയൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 12 വോൾട്ടിന്റെ ചാർജറിനുള്ള ഓപ്ഷനും മാരുതി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ പുറത്തുള്ളതും ഉള്ളിലെ ബാക്കിലുള്ള വിശേഷങ്ങളും. പിന്നെ നമുക്ക് വണ്ടിയുടെ ഉള്ളിലുള്ള വിശേഷങ്ങൾ കാണാം. ഇപ്പൊ നമ്മളുള്ളത് മാരുതി സുസുക്കി ജിമ്നിയുടെ ഇന്റീരിയറിലാണ്. ഇവിടെ നമുക്ക് നോക്കി കാണാൻ പറ്റും, പക്ക ഓർഗനൈസ്ഡ് ആയിട്ടാണ് മാരുതി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഭയങ്കര ക്യൂട്ടായിട്ടും എല്ലാം വളരെ ഒതുക്കി നല്ല രസത്തിലാണ് മാരുതി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ECയുടെ കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്ക് 2 AC വെന്റ് കാണാൻ പറ്റും. ഇനി ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ 2 സൈഡിൽ വരുന്ന വിൻഡോസ് പൊക്കാൻ താത്താനുള്ള ബട്ടൺസ്. നമുക്ക് ഫ്രണ്ടില് 2 വിൻഡോസ് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ബാക്കിൽ 2 വിൻഡോസ് ആക്സസ് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ നിന്നാണ് കൊടുത്തത്. ഇതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ടും ഇതിന്റെ ഡോർ അയച്ചു വെച്ച് ഓടിക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കണക്ഷന്റെ കാര്യങ്ങളിൽ പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാരുതി ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഗിയർ നോക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ഷിഫ്റ്റിംഗ് കാര്യങ്ങളും കാണാൻ പറ്റും. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, 2 ലോ. ഈ ലോ ആണ് 4 വീൽ ഡ്രൈവിന്റെ മാക്സിമം ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ 4 വീലും 2 വീലും എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഗിയറും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ, ഹീൽ ഹോൾഡ് അസിസ്റ്റിന്റെ ബട്ടൺ, പിന്നെ AC കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇൻഫോർടൈൻമെന്റ് നോക്കുകയാണെങ്കിൽ 10 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് ആണ് മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടച്ച് സ്ക്രീൻ ആണ്. അതിന്റെ ഒപ്പം തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ജിമ്നിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലെ മറ്റു വണ്ടികളിൽ കണ്ടുവരുന്ന അതേ സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ജിമ്നിയിലും കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ലെതർ സ്റ്റിച്ചിങ് കാണാൻ കഴിയും. അതേപോലെ തന്നെ കൺട്രോൾസും കാര്യങ്ങളും കാണാൻ പറ്റും. ക്രൂസ് കൺട്രോളിന്റെ ബട്ടണൊക്കെ സ്റ്റിയറിംഗിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മീറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ ജിപ്സിനെ അനുസ്മരിക്കുന്ന രീതിയിലാണ് വലിയ 2 ഡയലോഡ് കൂടിയിട്ടുള്ള ഒരു മീറ്ററും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ സെൻട്രലായിട്ട് നമുക്കൊരു ചെറിയ ഡിസ്പ്ലേ, MID ഡിസ്പ്ലേയും നമുക്ക് മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പുറ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട് വാഷർ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ വണ്ടികളിലൊക്കെ അത് ഹെഡ്ലൈറ്റിന്റെ നോബിന്റെ കൂടെ തന്നെയാണ് കൊടുക്കാറ്. അത് ഉപയോഗിക്കാൻ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതേപോലെ തന്നെ മിറർ കൺട്രോളും കാര്യങ്ങളും ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നേരത്തെ പറഞ്ഞ പോലെ ഡോർ അഴിക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതൊക്കെ ഡിസെൻഗേജ് ചെയ്യേണ്ട ആവശ്യം വരാതിരിക്കാനും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മാരുതി ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ജിമിനിയുടെ ഡോറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ക്രോമിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ലോക്ക് സിസ്റ്റം അവിടെ കാണാം. ഇവിടെ പിടിക്കാനായിട്ടൊരു ഹാൻഡിലുണ്ട്. പക്ക ബേസിക് ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിലാണ്. നമ്മുടെ വിൻഡോസിന്റെ കൺട്രോളും കാര്യങ്ങളൊന്നും ഡോറിൽ വന്നിട്ടില്ല. അതേപോലെ സ്റ്റോറേജിന്റെ സിസ്റ്റം നോക്കുകയാണെങ്കിലും ബേസിക് ആയിട്ട് വളരെ ചെറിയ സ്റ്റോറേജ് ആണ് മാരുതി പ്രൊവൈഡ് ചെയ്തത്. ജിമിനിയുടെ സീറ്റിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ഫാബ്രിക് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഉണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് സീറ്റിന് വരുന്നില്ല. റിക്ലൈനിങ്ങും ഫ്രണ്ട് ആൻഡ് ബാക്ക് ഓപ്ഷൻ മാത്രമാണ് സീറ്റിന് കൊടുത്തിട്ടുള്ളൂ. അതിന്റെ റീസൺ വേറെ ഒന്നല്ല, ഓൾറെഡി വണ്ടി നല്ല കമാൻഡിങ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. എനിക്കിപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് വരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇനി ഹൈറ്റ് പൊന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ മാരുതി ആ വക കാര്യങ്ങളിൽ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ട് നമ്മുടെ സീറ്റൊക്കെ നോർമലി സീറ്റ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല വണ്ടിയുടെ ഉള്ളിൽ വെള്ളം കയറല് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സീറ്റ് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ സുഖമായിട്ട് അഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സീറ്റും കാര്യങ്ങളും മാരുതി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ കോ പാസഞ്ചറിന് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോൾഡിംഗ് ഗ്രിപ്പ് കാര്യങ്ങളും മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഹാർഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് മാരുതി ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും. മാരുതിയുടെ മറ്റു വണ്ടികളിൽ കണ്ടുവരുന്ന രീതിയിലല്ല ഇതിന്റെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും. നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഗ്ലൗ ബോക്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അധികം സ്പേസ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗ്ലൗ ബോക്സും മാരുതി തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ജിമ്നിയുടെ ബാക്ക് സീറ്റിലാണ്. ബാക്ക് സീറ്റ് കുറച്ച് കൺജസ്റ്റഡ് ആണ്. കാരണം ഈ ഫ്രണ്ട് സീറ്റ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്റെ ഡ്രൈവിംഗ് പൊസിഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ലെഗ് റൂം നമുക്ക് കുഴപ്പമില്ല എന്ന് പറയാം. എക്സ്ട്രാ ലെഗ് റൂം ഇല്ല, പക്ഷേ പക്ക ഫിറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. കാരണം ഇവിടെ സ്കൂപ്പ് ചെയ്തിട്ടാണ് സീറ്റ് കുറച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലെഗ് റൂമിന്റെ കാര്യത്തിൽ പ്രശ്നമില്ല. ഹെഡ് റൂമിലും അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ വരുന്ന ഈ ഒരു തള്ളിച്ചിങ്ങട് വരുന്നില്ല. ഇവിടെയും അവർ സ്കൂപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആയതുകൊണ്ട് നമുക്ക് തല മുട്ടുന്നുള്ള പേടിയും വേണ്ട. അത്യാവശ്യം നല്ല രീതിക്ക് പിടിച്ച് ടൈറ്റ് ആയിട്ടിരുന്ന് ഓഫ് റോഡും കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഫീച്ചറും കാര്യങ്ങളും മാരുതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. പിന്നെ 2 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനേ കഴിയുള്ളൂ. 3ാമത്തെ ആൾ ഇരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ടണലും കാര്യങ്ങൾ ഇവിടെ വരുന്ന കാരണം കൊണ്ട് തന്നെ സെൻട്രലിൽ ഇരിക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഡോറിൽ നമുക്ക് ഇവിടെ തന്നെ വിൻഡോസ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണും കൊടുത്തിട്ടുണ്ട്. വേറെ എക്സ്ട്രാ സ്റ്റോറേജോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ 4 ഡോറിലും നമുക്ക് ആർക്കമിസിന്റെ സ്പീക്കർ സിസ്റ്റം മാരുതി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് മാരുതി ജിമ്നിയുടെ ഇന്റീരിയറിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് നേരെ ഡ്രൈവിലേക്ക് പോകാം.
നമ്മളപ്പോ സുസുക്കി ജിംനിയുടെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോ വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വണ്ടി കൊണ്ടുനടക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് വേറെ പ്രഷറോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്ട്രെസ് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിക്കകത്ത് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഇതിന്റെ സീറ്റിംഗ് അത്യാവശ്യം നല്ല കമാൻഡിങ് ആണ്. നല്ല ഹൈറ്റിലുള്ള സീറ്റിംഗ് ആയതുകൊണ്ട് വണ്ടി നല്ല വിസിബിൾ ആണ്. ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാം. സൈഡ് മിറേഴ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ വലിയ വണ്ടികളിൽ കൊടുക്കുന്ന തരത്തിലുള്ള ഹ്യൂജ് ആയിട്ടുള്ള മിറേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വണ്ടിയുടെ സൈഡ് ഫുള്ള് എനിക്ക് ഈ മിററിൽ കൂടെ തന്നെ വിസിബിൾ ആണ്. മാത്രമല്ല ഫ്രണ്ടിൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ബോണറ്റ് ആണ് വന്നിട്ടുള്ളത്. അത് കാരണം തന്നെ ബോണറ്റിന്റെ എൻഡ് വരെ എനിക്ക് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സുസുക്കി ജിംനിയുടെ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് തന്നെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് വരുന്നത്. 4x4 ഉള്ള വണ്ടിയാണ്. ഈ വണ്ടി ഇതുവരെ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഹൈവേ യൂസിന് കുറച്ച് പ്രശ്നം ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെയായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫീലോ കാര്യങ്ങളോ തോന്നിയിട്ടില്ല. കാരണം ലാഡർ ഓൺ ഫ്രെയിമിൽ വരുന്നതായി വരുന്നുണ്ട്. സോളിഡ് ഫ്രണ്ട് ആക്സിൽ സസ്പെൻഷനും കാര്യങ്ങളും വരുന്നൊരു വണ്ടി ആയതുകൊണ്ട് ഓഫ് റോഡിന്റെ കേപ്പബിലിറ്റി മാത്രമാണ് ഈ വണ്ടിക്ക് എല്ലാവരും ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ ഹൈവേയിലേക്ക് വരുമ്പോൾ ബോഡി റോഡ് കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ സസ്പെൻഷൻ ഹൈവേക്ക് സൂട്ടബിൾ അല്ല എന്നൊരു കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ പൊതുവെ കേട്ടിരുന്നു. പക്ഷെ ഇതുവരെ ഓടിച്ചു നിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ഫീലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ബോഡി റോളിന്റെ കാര്യമാണെങ്കിലും ഞാൻ ബാക്ക് സീറ്റിൽ ഇരുന്ന് നോക്കി, പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു മഹീന്ദ്ര താറിനൊക്കെ അപേക്ഷിച്ച് ബോഡി റോൾ ഈ വണ്ടി കമ്പാരിറ്റീവ്ലി കുറവാണ്. അത് മെയിൻ ആയിട്ട് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയതുകൊണ്ടാണ്. മഹീന്ദ്ര താറിനെക്കാട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് ഈ വണ്ടിക്ക്. പിന്നെ വണ്ടി പൊതുവെ ചെറിയ വണ്ടി ആയതുകൊണ്ടും അത്ര വലിയ ബോഡി റോൾ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഹൈവേയിലൊന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. നമ്മളിപ്പോ ഏകദേശം ഒരു 10-30 കിലോമീറ്ററോളം ഈ വണ്ടി ഓടിച്ചു. അതിലൊന്നും നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. സുസുക്കി ജിംനി ഡ്രൈവിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ലേഡീസിനാണെങ്കിലും സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കാരണം ഞാൻ ഓടിക്കുന്നതിന് കാരണം ഒരു കൈ വെറുതെ ഹാൻഡിൽ ജസ്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സുഖമായിട്ട് നമ്മുടെ കൺട്രോളിൽ തന്നെ കൊണ്ടുനടക്കാൻ പറ്റും. അതേപോലെ തന്നെ വലിയ സ്പീഡിലോ കാര്യങ്ങളോ പോയാലൊന്നും വണ്ടിക്ക് സ്റ്റെബിലിറ്റിക്കോ കാര്യങ്ങളൊക്കെ വന്നൊരു ഇഷ്യൂ കാര്യങ്ങളൊന്നും നമുക്ക് ഫേസ് ചെയ്യുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. സീറ്റിംഗ് പൊസിഷനൊക്കെ പറഞ്ഞ പോലെ കമാൻഡിങ് ആണ്. നമുക്ക് ഫുൾ വിസിബിലിറ്റിയും കാര്യങ്ങളും ഉണ്ട്. മെയിൻ ആയിട്ട് ഓഫ് റോഡിങ്ങിന് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഓറിയന്റ് ചെയ്തിട്ടാണ് മാരുതി ഈ വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഓഫ് റോഡൊക്കെ നല്ല രീതിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൊട്ടി വണ്ടി എടുക്കാം. കാരണം വെയിറ്റ് ഒട്ടും ഈ വണ്ടിക്കില്ല. നമ്മുടെ എഞ്ചിൻ കുറച്ച് ലോ പവർഡ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ബാക്കി ഒരുവിധം എല്ലാ വണ്ടികളും കമ്പയർ ചെയ്തിട്ട് വെയിറ്റ് നല്ല രീതിക്ക് കുറവാണ്. അതുകൊണ്ട് ഓഫ് റോഡ് കേപ്പബിലിറ്റി ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ ഓഫ് റോഡ് റാലിയും കാര്യങ്ങളൊക്കെ ഈ വണ്ടികൾ ഇഷ്ടംപോലെ ഇറങ്ങി കഴിഞ്ഞു. അപ്പൊ അതിന്റെ കേപ്പബിലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വണ്ടിയുടെ കോമ്പാക്ട് സൈസ്. നമ്മളിപ്പോ ട്രാഫിക്കിൽ സിറ്റി കൂടെ ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു വാഗണറൊക്കെ ഓടിച്ചിറക്കുന്ന രീതിയിൽ സുഖമായിട്ട് ഓടിച്ചിറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കാരണം അത്രയ്ക്കും സൈസ് ചെറുതാണ് ഈ വണ്ടി. കാരണം നമ്മൾ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയ വണ്ടിയിൽ ഉള്ളിരിക്കുന്ന ഫീലോ കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല ഏരിയയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ഈ വിൻഡോന്റെ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഗ്രൂവും കാര്യങ്ങളൊക്കെ ഇതൊക്കെ അത്യാവശ്യം നമുക്കൊരു റൂമിനെസ് ഫീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ എ പില്ലറിൽ വരുന്ന ഒരു വിസിബിലിറ്റിയുടെ ഇഷ്യൂ നമ്മൾ ഒരുവിധം വണ്ടികളിലൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടിയിൽ അത് ഒട്ടുമില്ല. അതിന് മെയിൻ റീസൺ നമുക്ക് ഈ ഒരു ഗ്രൂവ് തന്നെയാണ്. അതേപോലെ തന്നെ ഫ്രണ്ടിലെ വിൻഷീൽഡിന്റെ സൈസാണ്. അത്യാവശ്യം വലിയ വിൻഷീൽഡാണ് നമുക്ക് ഈ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മാതിരി. അതുകൊണ്ട് തന്നെ ഏപ്രിലർ തടസ്സമായിട്ട് നമുക്ക് വ്യൂ മിസ്സാവുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിയിൽ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ വണ്ടിയുടെ മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിക്കാനൊന്നും ഒരു പാടില്ല. കാരണം ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ സ്ഥലത്തും ഈ വണ്ടി കൊള്ളും. ഓക്കെ, നമ്മുടെ ജിംനിയുടെ എഞ്ചിൻ സ്പെക്ക് നോക്കുകയാണെങ്കിൽ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള 1.5 ലിറ്ററിന്റെ K15B പെട്രോൾ എഞ്ചിനാണ് സുസുക്കി ജിംനിയിൽ മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പവർ ഫിഗേഴ്സിലേക്ക് വരുമ്പോൾ 103 bhp at 6000 rpm ആണ് ഈ വണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ വണ്ടി ട്രാൻസ്മിഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 വേരിയന്റിൽ ഈ വണ്ടി അവൈലബിൾ ആണ്. ഒന്ന് നമ്മുടെ 5 സ്പീഡ് മാനുവലിലും പിന്നെ 4 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഈ വണ്ടി അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 4 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. രണ്ട് വണ്ടിയിലും നമുക്ക് ഈ ഒരു 4x4 സ്മോൾ ലിവർ കാണാൻ സാധിക്കും. സുസുക്കി ജിംനി നമുക്ക് പെട്രോൾ വേരിയന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് ഏകദേശം കമ്പനി പറയുന്ന മൈലേജ് 16 ഒക്കെയാണ്. പക്ഷെ ഒരു 14-13 ആ റേഞ്ചിലൊക്കെ നമുക്ക് റിയൽ വേൾഡ് മൈലേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ചില യൂട്യൂബേഴ്സിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 18-20 ആ റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ പോലെ മൈലേജ് ഓറിയന്റഡ് ആയിട്ട് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്താൽ മാത്രം കിട്ടുന്ന മൈലേജ് ആണ്. ഓരോരുത്തരുടെ ഡ്രൈവിംഗ് രീതികളും നമ്മുടെ ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ തന്നെ വണ്ടിയെ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിന്റെ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ മൈലേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ എങ്ങനെ ഓടിച്ചാലും നമുക്കൊരു 13-14 ലിറ്റർ ജിംനിയിൽ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ ഇത്ര നേരം കണ്ടത് സുസുക്കി ജിംനിയുടെ റിവ്യൂവും കാര്യങ്ങളാണ്. നമുക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്തത് തൃശ്ശൂർ മരത്താക്കരയുള്ള പോപ്പുലർ നെക്സ്റ്റ് ആണ്. സോ അവിടുത്തെ സ്റ്റാഫ് രാഹുൽ നമ്മുടെ ഒപ്പം ഉണ്ട്. സോ വണ്ടിയുടെ ഓഫേഴ്സ്, പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ രാഹുൽ നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ജിംനി നമുക്ക് 2 വേരിയന്റിൽ അവൈലബിൾ ആണ്, സീറ്റ പിന്നെ ആൽഫ. നമുക്ക് സീറ്റ വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 15 ലക്ഷം മുതലാണ്. ആൽഫ മുതൽ വേരിയന്റ് നമുക്ക് 17 ലക്ഷം മുതലാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇപ്പൊ കറന്റ് നമുക്ക് 55,000 രൂപയുടെ ഓഫേഴ്സ് കൺസ്യൂമർ ഓഫർ ആയിട്ടും മറ്റു ഓഫറുകളായിട്ടും വണ്ടിയിലുണ്ട്. പിന്നെ നമ്മൾ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് അഡീഷണൽ ഓഫറുകൾ ആക്സറീസ് ആയിട്ട് നമ്മൾ നൽകുന്നതായിരിക്കും.
സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് കണ്ടത് ജിംനിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മരത്താക്കിലുള്ള പോപ്പുലർ നെക്സ ആണ്. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് അഡീഷണൽ ആക്സറീസും കാര്യങ്ങളും ഓഫറൊക്കെ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രാഹുലിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ അവനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ജിംനിയുടെ അല്ല നെക്സയുടെ ഏത് വണ്ടിയുടെ ഡീറ്റെയിൽസ് ആണ് അവൻ അടിപൊളിയായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ സെയിൽസിന് വേണ്ടി വന്നല്ല, വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടും നമുക്ക് ഇന്നൊരു ഫുൾ ഡേ നമ്മുടെ കൂടെ നിന്നിട്ട് ഇത്രയധികം കാര്യങ്ങളൊക്കെ രാഹുൽ ചെയ്തതാണ്. പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വണ്ടി എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് കൂടുതൽ പ്രയോറിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതുപോലെ നല്ല ഓഫേഴ്സിലും കാര്യങ്ങളിലും നമുക്ക് വണ്ടി കിട്ടുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അതുൽ സൈനിങ് ഓഫ് ഫ്രം ഓട്ടോഹോളിക്സ്. ബൈ.